രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം സെമി ഫൈനലിൽ. ജമ്മു കാശ്മീരിനെതിരായ ക്വാർട്ടർ ഫൈനലിൽ സമനിലയിൽ കലാശിച്ചു. രഞ്ജി ട്രോഫി ചരിത്രത്തിൽ കേരളത്തിന്റെ രണ്ടാമത്തെ സെമി ഫൈനൽ പ്രവേശനമാണ്. മുഹമ്മദ് അസറുദ്ദീൻ 67ഉം സൽമാൻ നിസാർ 44 റൺസ് നേടി പുറത്താകാതെ നിന്നു. ഒന്നാം ഇന്നിംഗ്സിൽ സൽമാൻ നിസാറിന്റെ പോരാട്ടത്തിൽ നേടിയ 1 റൺ ലീഡാണ് കേരളത്തെ സെമിയിലെത്തിച്ചത്. സെമി ഫൈനലിൽ ഗുജറാത്താണ് എതിരാളികൾ. സെമിയിലും കേരളം ഫോം തുടരുമെന്ന് നായകൻ സച്ചിൻ ബേബി റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമ്മുടെ കേരള ടീം രണ്ടാമത്തെ തവണ നമ്മൾ സെമി ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. സോ ഹാപ്പി. കാരണം നമ്മൾ കഴിഞ്ഞ കൊല്ലവും നമ്മൾ 6 വർഷത്തിന് മുന്നെയാണ് നമ്മൾ സെമി ലാസ്റ്റ് കളിച്ചത്. നമ്മൾ ആഗ്രഹമായിരുന്നു നമുക്ക് ഫൈനലിൽ കളിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു പ്രാവശ്യം നമ്മൾ ആ ഒരു സ്റ്റെപ്പ് ഹയർ പോകണമെന്ന് തന്നെയാണ് പ്രതീക്ഷ. നമ്മൾ ടീം നല്ല ഫോമിലാണ്. എല്ലാവരും നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നു, നന്നായിട്ട് ബോൾ ചെയ്യുന്നതും എല്ലാം നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നമ്മൾ കണ്ടു. സോ സെമിയിലും നല്ല ഗുജറാത്താണ് നമ്മുടെ ഒപ്പണൻറ്റ്. അപ്പം നന്നായിട്ട് നമ്മുടെ സെയിം ഫോം എല്ലാവരും കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അനൂപ് ഷൺമുഖൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനൂപ് ഷൺമുഖൻ, ചരിത്രത്തിലേക്ക് വഴി തുറന്ന ഒരു ഇന്നിങ്സ് ആയിരുന്നു അല്ലേ ആ 1 റൺസിന്റെ ഇന്നിങ്സ് ലീഡ്? ഡോക്ടർ അരുൺകുമാർ, ഇത് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച മത്സരങ്ങളൊന്നായി വിലയിരുത്തപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് കേരളവും ജമ്മു കാശ്മീരും തമ്മിൽ മത്സരിച്ചു എന്നതുകൊണ്ട് മാത്രം അതിൻ്റെ മാറ്റ് ഇല്ലാതാവുന്നുമില്ല. അന്താരാഷ്ട്ര ക്രിക്കറ്റിനെ പോലും വെല്ലുന്ന തരത്തിലുള്ള ഒരു ത്രില്ലർ പോരാട്ടം അതുതന്നെയായിരുന്നു രഞ്ജി ട്രോഫി സെമി ഫൈനലിലേക്കുള്ള കേരളത്തിൻ്റെ മുന്നേറ്റത്തിൽ സാധ്യമായത്. 299 റൺസായിരുന്നു ഈ മത്സരം ജയിക്കണമെങ്കിൽ കേരളത്തിന് വേണ്ടിയിരുന്നത്. അതായത് ലക്ഷ്യം 399 റൺസിൻ്റേതായിരുന്നു. കളി അവസാനിക്കുമ്പോൾ, അതായത് 5 ദിനവും മത്സരം പൂർത്തിയാകുമ്പോൾ കേരളം 6 വിക്കറ്റ് നഷ്ടത്തിൽ 295 റൺസിലാണ് എത്തിയത്. മത്സരം സമനിലയിലായി. പക്ഷേ എങ്ങനെ കേരളം സെമി ഫൈനലിലേക്ക് കടന്നു എന്ന് ചോദിക്കുമ്പോഴാണ് കേവലം ഒറ്റ റൺസ് നിർണായകമായി മാറിയ കാഴ്ച നമ്മൾ അതീവ വിസ്മയത്തോടു കൂടി ഓർക്കുക. ആദ്യ ഇന്നിങ്സിൽ ജമ്മു കാശ്മീർ 280 റൺസിൽ പുറത്താകുന്നു. കേരളം മറുപടി പറയാൻ വലിയ സ്കോർ ലക്ഷ്യമിട്ടിറങ്ങി കേരളം നേടാൻ കഴിഞ്ഞത് 281 റൺസ് മാത്രം. അതായത് കേവലം ഒറ്റ റൺസിൻ്റെ ലീഡാണ്. അത് 112 റൺസ് എടുത്ത സൽമാൻ നസാറിൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടം, ഒപ്പം വാലിറ്റത്ത് 10ാമനായി കൂട്ടി നിന്ന ബേസിൽ തമ്പിയുടെ 15 റൺസിൻ്റെ ഒരു നിർണായക പിന്തുണ, ഇതാണ് ആ ലീഡ് സാധ്യമാക്കിയത്. രണ്ടാം ഇന്നിങ്സിൽ ജമ്മു കാശ്മീർ പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് കടന്നു, വലിയ സ്കോർ നേടുന്നു, 399 റൺസിലെത്തുന്നു. 1 റൺസിൻ്റെ ലീഡുള്ള കേരളത്തിൻ്റെ ലക്ഷ്യം 299 റൺസായിരുന്നു. ഇന്ന് അവസാന ദിനം ബാറ്റിംഗിന് ഇറങ്ങുമ്പോൾ ഇന്നലെ 2 വിക്കറ്റ് നഷ്ടത്തിൽ 100 റൺസ് എന്നതായിരുന്നു കേരളത്തിൻ്റെ സ്ഥിതി. അതായത് ഇന്ന് മുഴുവൻ ബാറ്റ് ചെയ്യുമ്പോഴും 299 റൺസ് വേണ്ട അവസ്ഥ. 180 റൺസ് എടുക്കുമ്പോഴേക്കും കേരളത്തിന് 6 വിക്കറ്റുകൾ നഷ്ടമാകുന്നു. 40 ഓവറുകൾ ബാക്കിയുണ്ടായിരുന്നു. അവശേഷിക്കുന്നത് 4 വിക്കറ്റുകൾ മാത്രം. സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു ജമ്മു കാശ്മീർ വിജയവും അവരുടെ ആദ്യ സെമി ഫൈനൽ പദവിയും രഞ്ജി ട്രോഫിയിൽ. പക്ഷേ അവിടെ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി സൽമാൻ നിസാർ രക്ഷകനാകുന്ന കാഴ്ച കണ്ടു. വിക്കറ്റ് കീപ്പറായിട്ടുള്ള മുഹമ്മദ് അസറിനെ കൂട്ടുപിടിച്ചു. മുഹമ്മദ് അസറുദ്ദീൻ 67 റൺസുമായി പുറത്താകാതെ നിന്നു. സൽമാൻ നിസാർ 44 റൺസോടെ. ഇരുവരും ചേർന്ന് 7ാം വിക്കറ്റിൽ ചേർത്ത 115 റൺസ്, പുറത്താകാതെ ചേർത്ത ആ സെഞ്ചുറി കൂട്ടുകെട്ട് മത്സരം സമനിലയിൽ അവസാനിപ്പിച്ചു. മത്സരം സമനിലയിലായതോടുകൂടി ആദ്യ ഇന്നിങ്സിലെ ലീഡ് നേടിയ കേരളം സെമി ഫൈനലിലേക്ക് കടന്നു എന്നതാണ് പിന്നീട് സംഭവിച്ചത്. 6 വർഷത്തിന് ശേഷം കേരളം രഞ്ജി ട്രോഫിയിൽ തങ്ങളുടെ രണ്ടാമത്തെ മാത്രം സെമി ഫൈനൽ സാധ്യമാക്കിയിരിക്കുന്നു. 57 മുതൽ ആരംഭിച്ച കേരളത്തിൻ്റെ രഞ്ജി ട്രോഫി ചരിത്രത്തിലെ രണ്ടാമത്തെ മാത്രം സെമി ഫൈനൽ പ്രവേശനമാണ് ഇത്. ഈ മത്സരം തീർച്ചയായിട്ടും ബാറ്റ്സ്മാൻമാർക്ക് മുഴുവൻ മാർക്കും നൽകേണ്ട ഒരു മത്സരമായി നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം അത്രമാത്രം ധീരമായ പോരാട്ടം അവർ കാഴ്ചവെച്ചു. നിതീഷ് 10ഓളം വിക്കറ്റുകൾ വീഴ്ത്തിയെങ്കിൽ പോലും. താങ്ക് യു അനൂപ് പറഞ്ഞതുപോലെ ചരിത്രത്തിലേക്ക് 1 റൺസിൻ്റെ ഒന്നാം ഇന്നിങ്സ് ലീഡ്.